സ്തംഭമല്ലേ നാഥൻ തന്നത്, ഈ മരുവിൽ നൽകണലായി. ദാഹം തീർത്തിടുവാൻ, ക്ഷീണം മാറ്റുവാൻ, ജീവജലവും മന്നായുമേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പാതാളം ഒരു പഠനം, നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയത്തിൽ ഒരു ഭാഗമാണത്. പാതാളം ഒരു സമഗ്ര പഠനം, കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് ദ അണ്ടർവേൾഡ് അല്ലെങ്കിൽ ഹെയ്റ്റ്സ്, ഷിയോൽ എന്ന് പറയുന്ന സ്റ്റഡി. നിത്യത മുതൽ നിത്യത വരെയുള്ള പഠനത്തിൽ അത് ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് നിങ്ങൾ കാണുന്നതാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിത്യത മുതൽ നിത്യത വരെയുള്ള പഠനത്തിൽ ഉൾക്കൊണ്ട ഒരു വലിയ ഭാഗമാണ് പാതാളം എന്ന വിഷയമെന്ന് നമുക്കിന്ന് മനസ്സിലാകും. അതിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പാതാളത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കാണുകയാണ്. നമുക്ക് അല്പമായി ഒന്ന് ശ്രദ്ധിക്കാം. വായിക്കാം മോളെ, ഇവിടെ എഴുതിയത് വായിച്ചാൽ മതി, വാക്യം വായിക്കേണ്ട, ഇവിടെ എഴുതിയത് മാത്രം വായിച്ചാൽ മതി. Features of Sheol. Psalms 86 verses 13, Deuteronomy 33 verses 22. The lowest Sheol. Second, Proverbs 15 verses 24. Depart from Sheol beneath. ഈ രണ്ട് മലയാള പദങ്ങളും ശ്രദ്ധിക്കുക. എപ്സിബ വായിക്കും. Adam, Psalms 86 verses 13 and Deuteronomy 33 verses 22. അധമ പാതാളം. അധമ പാതാളം എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ ഇംഗ്ലീഷിൽ ലോവസ്റ്റ് ഹെൽ എന്നാണ്. നിങ്ങൾക്കറിയാം, ലോവർ, ലോവസ്റ്റ് ഡിഗ്രി അറിയാമല്ലോ. അതിൽ ഏറ്റവും താഴെയുള്ളത് എന്നർത്ഥത്തിലാണ് ഭാഷയിൽ എന്നറിയാം. അടുത്തത് വാക്ക് Proverbs 15 verses 24. കീഴെയുള്ള പാതാളം. കീഴെയുള്ള പാതാളം എന്ന് പറയുമ്പോൾ പാതാളത്തിൻ്റെ അടിഭാഗത്ത് എന്ന അർത്ഥത്തിലാണ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. ഈ കാര്യം ഒന്ന് ശാന്തമായി കാണണം, ഈ ഒരു ഭാഗം. Isaiah 14 verses 50. Down to Sheol, to the uttermost parts of the pit. യെശയ്യാവ് 14 അധ്യായം 15 വാക്യം. പാതാളത്തിന്റെ അടിയിൽ. പാതാളത്തിൻ്റെ അടിയിൽ. പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ദ അട്ടർമോസ്റ്റ് പാർട്സ് ഓഫ് ദി പിറ്റ്സ്. നിങ്ങളത് എഴുതണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു, പഠിക്കണം. അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി പിറ്റ്, ആ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പാതാളത്തിൻ്റെ അറകൾ, ചേംബേഴ്സ് എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കും മുമ്പ് ഈ പ്രയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അത് വളരെ എളുപ്പത്തിൽ പഠിക്കേണ്ടതാണ്. ആ ഭാഗം ഞാൻ അതുകൊണ്ട് അങ്ങനെ വിടുന്നു. വായിച്ചാട്ടെ. Job 11:8. Deeper than Sheol. ഇയ്യോബ് 11 അധ്യായം 8 വാക്യം. പാതാളം അഗാധമായത്. ആഴമായത്, അഗാധമായത് എന്ന പദം കൂടെ നമ്മുടെ മനസ്സിൽ വരട്ടെ. അപ്പോൾ പാതാളത്തെക്കുറിച്ചുള്ള ഒരു വിശാല അറിവിലേക്ക് നമ്മൾ ഇന്ന് കയറുകയാണ്. അടുത്തത് Proverbs 9 verses 18. The depths of Sheol. Proverbs 7 verses 27. The chambers of death in Sheol. അൺമ്യൂട്ട് ചെയ്തിട്ട് എപ്സിബി വായിച്ച് ഞങ്ങൾക്ക് കേൾക്കാം. സദൃശ്യവാക്യം 9 അധ്യായം 18 വാക്യം. പാതാളത്തിൽ ആഴങ്ങൾ. സദൃശ്യവാക്യം 7 അധ്യായം 27 വാക്യം. മരണത്തിന്റെ അറകൾ. ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. അത് എപ്സിബ വായിച്ചാട്ടെ. സദൃശ്യം 7:27. ആ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സദൃശ്യവാക്യം 7 അധ്യായം 27 വാക്യം. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. മരണത്തിൻ്റെ
അറകളിലേക്ക് ചെല്ലുകയാണ്. ദ ചേംബേഴ്സ് ഓഫ് ഡെത്ത് ഇൻ ഷിയോൽ. അവിടെ മരണത്തിൻ്റെ അറകളുണ്ട്. ഈ ഒരു അറിവ് നമുക്കുണ്ടാകണം. ഒരു വേശ്യയുടെ സംസർഗത്തിലുണ്ടാകുന്ന അനുഭവമാണ് അവിടെ പറയുന്നത്. ഒരു വേശ്യയോട് സംസർഗം നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ അനുഭവമാണ് ഇപ്പോൾ വായിച്ചത്. നമുക്കിവിടെ അറിയേണ്ടത് പാതാളം എന്ന് പറയുമ്പോൾ പല അറകളുണ്ട്. അതിന് അട്ടർമോസ്റ്റ് പാർട്സ് ഓഫ് ദി പിറ്റ് എന്ന് പറയുന്നുണ്ട്. വളരെ ഡീപ്പാണെന്ന് പറയുന്നു. കീഴെയുള്ള പാതാളം മീതെയുള്ള പാതാളം എന്ന് വേർതിരിക്കുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ പാതാളത്തിൻ്റെ ബഹുവിധ വിശേഷങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ചില കാര്യങ്ങൾ കൂടി ഇതോടുകൂടി ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, കുഴപ്പമില്ല. പാതാളത്തിന് ഗേറ്റ്സ് ഉണ്ട്, ബാഴ്സ് ഉണ്ട്, കീസ് ഉണ്ട്. പാതാളത്തിന് ഗേറ്റുകളുണ്ട്, ബാറുകളുണ്ട്, കീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. മത്തായി 16:28 ഗേറ്റ്സ് ഓഫ് ഹെയ്റ്റ്സ്, പാതാളത്തിൻ്റെ വാതിലുകൾ എന്ന് തന്നെ പറയുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. 18-ാം വാക്യം മോളെ. ഓക്കെ, 18-ാം വാക്യം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. അപ്പൊ പാതാള ഗോപുരങ്ങൾ, ഗേറ്റുകളുണ്ട്. അത് ശക്തിയുള്ളതാണ്, വലിയ ശക്തിയുള്ള ഗേറ്റാണത്. പക്ഷെ ആ ഗേറ്റുകൾക്ക് സഭയെ ജയിക്കാൻ കഴിയില്ല, സഭയെ അടിമയാക്കാൻ കഴിയില്ല, വിശുദ്ധന്മാരെ ഒതുക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? പാതാളത്തിൻ്റെ ഗേറ്റുകളുടെ ശക്തിയേക്കാൾ ശക്തിയാണ് ഒരു ദൈവ പൈതലിൽ വ്യാപരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്ന ആവശ്യമാണ്. സഭയിൽ വ്യാപരിക്കുന്ന ശക്തി അതാണ്. ആ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു പോകണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ശ്രദ്ധിക്കുക. മത്തായി 16:18 യേശു ക്രിസ്തുവാണ് നേരിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കയില്ല, പാതാള ഗോപുരങ്ങൾ ഒരു വിശുദ്ധനെ ജയിക്കയില്ല. ശക്തി അതിനാണ് കൂടുതൽ, നാട്ടുകാരുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ, പാപികളുടെ മുമ്പിൽ. പക്ഷെ ഒരു ദൈവ പൈതലിൻ്റെ ശക്തി അതിനേക്കാൾ അതിജീവിക്കുന്നതാണ് എന്നറിയുന്നവരെത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഈ ഒരു വലിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. പലർക്കും പാതാളമെന്ന് പറയുമ്പോൾ പേടിയാണ്, ഭയമാണ്. എന്നൊരു ദൈവ പൈതലിനെ ഭയക്കേണ്ടതില്ല എന്ന കാര്യം ആദ്യമേ ഓർപ്പിക്കട്ടെ. ഇതിനോടനുബന്ധിച്ച് ഭയക്കേണ്ടതില്ല എന്ന കാര്യം പറയാൻ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. വെളിപ്പാടിലേക്ക് വരണം നമുക്ക്. അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. വായിച്ചാട്ട്. Chambers of Sheol. First one, Luke 16:22, Abraham's bosom. Second one, Luke 16:26, a great gulf. Third one, Luke 16:23 and 24, place of torment. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം, അബ്രഹാമിന്റെ മടി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം, പിളർപ്പ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യങ്ങൾ, യാതനാസ്ഥലം. ധനവാന്റെയും ലാസറിന്റെയും കഥ കർത്താവ് പറഞ്ഞപ്പോൾ ഈ 3 ചേംബേഴ്സാണ് പറയുന്നത്. 3 ചേംബേഴ്സാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ പറയുമ്പോൾ കർത്താവ് തെളിയിച്ചത്. അബ്രഹാമിൻ്റെ മടി, പിളർപ്പ്, യാതനാസ്ഥലം എന്നാണ് 3 ചേംബറിനെ കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഭാഷ്യം.
അതേ യേശുക്രിസ്തു തന്നെ പത്മോസിൽ ആയിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത് അത് കഴിഞ്ഞിട്ടാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വഴി ഈ അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിൽ വെളിപ്പെടുത്തി കൊടുത്തതും കൂടെ നമ്മളിവിടെ കാണേണ്ടതുണ്ട്. പോരാ, പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതും കൂടെ കാണേണ്ടതുണ്ട്. വായിക്കാം നമുക്ക് വന്നെങ്കിൽ. Fourth one, 2 Peter 2 verses 4. Chains of darkness. Jude 1 verses 6. Everlasting bonds under darkness. ഈ രണ്ട് വാക്യവും നമുക്ക് ഒന്നിച്ച് വായിക്കാം. വളരെ തർക്കമുള്ള ഒരു ഭാഗമാണത്. വളരെ ലളിതമായി നമുക്കത് പഠിക്കാൻ ദൈവം സഹായിക്കും നമ്മളെ. വായിച്ചാട്ടെ. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അന്ധതമസിന്റെ ചങ്ങലക്കകത്ത് പാപം ചെയ്ത ദൂതന്മാർ എന്ന് പറയുന്നു. അന്ധതമസിന്റെ ചങ്ങല, അതിനെക്കുറിച്ച് യൂദ 1:6 പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കണം. ആ വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിച്ച് കേൾക്കണം, എന്നിട്ട് മലയാളം വായിക്കാം. Jude 1 verses 6. And the angels which kept not their first estate, left their own habitation, he hath reserved in everlasting chains unto darkness, unto the judgment of the great day. എവർലാസ്റ്റിംഗ് ബൗണ്ട്സ് എന്ന് ASVയിലും ചെയിൻസ് എന്ന് KJVയിലും എഴുതിയിരിക്കുന്നു. നിത്യമായ എന്നേക്കുമുള്ള അന്ധകാര ചങ്ങല, എന്നേക്കുമുള്ള എവർലാസ്റ്റിംഗ് ആയ ബോൺസാണ് അല്ലെങ്കിൽ ചെയിൻസാണ്. ആ മലയാളം വായിക്കൊന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒത്തിരി പേർക്ക് തർക്കമുള്ളൊരു ഭാഗമാണ് ഇത്. വളരെ ലളിതമായി നമ്മൾ പഠിക്കാൻ പോകുകയാണ്. വായിച്ചാട്ടെ. യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നേക്കുമുള്ള ചങ്ങല, ദാറ്റ് ഈസ് എവർലാസ്റ്റിംഗ് ബോൺസ് ഓർ എവർലാസ്റ്റിംഗ് ചെയിൻസ്. ശ്രദ്ധിക്കേണ്ടതാണ്, എവർലാസ്റ്റിംഗ് ബോൺസ് ആൻഡ് എവർലാസ്റ്റിംഗ് ചെയിൻസ്. അപ്പോൾ പാതാളത്തിനകത്ത് അങ്ങനൊരു നിത്യതയുണ്ടോ? ദൈവം ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഓർമ്മയിൽ ആദ്യത്തെ ചില ക്ലാസ്സുകളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ വരും. വായിച്ചാട്ടെ മോളെ അടുത്തത്. Fifth one, Revelation 9 verses 1, Revelation 20 verses 1. The abyss in ASV, bottomless pit, KJV. Greek word abyssos means bottomless, unbounded, the abyss. ഇത്രയും നിങ്ങൾ വായിച്ചു എന്ന് ഇത്രയും വായിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ആ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കുകയാണ്. നിങ്ങൾ അല്പം ഒന്ന് പദങ്ങൾ മനസ്സിൽ ഉറച്ചെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് എഫ്സി ഇത് വായിക്കണം. First one, Luke 16 verses 22, Abraham's bosom. Second one, Luke 16 verses 26, a great gulf. Third one, Luke 16 verses 23 and 24, place of torment. Fourth one, 2 Peter 2 verses 4, chains of darkness. Jude 1 verses 6, everlasting bonds under darkness. Fifth one, Revelation 9 verses 1 and Revelation 20 verses 1, the abyss in ASV, bottomless pit in KJV. Greek word abyssos means first bottomless, second unbounded, third the abyss. വളരെ കൃത്യമായി ലോകമാകെ ഇത് കേൾക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. താൽക്കാലികമായി നമുക്കിങ്ങനെ പറയാം, 5 ചേംബേഴ്സ്, 5 ചേംബേഴ്സ് ഇൻ ഷയോൽ എന്ന് പറയാം. നമുക്ക് അല്പം കൂടെ വിശാലമായി പഠിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഷിയോനിനകത്ത് ഇരിക്കുന്ന ഈ 5 അറകളിൽ ആരെല്ലാമാണ് ഇരിക്കുന്നത്, അവർക്ക് ആർക്കെല്ലാം വിടുതലുണ്ട് എന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി തെളിച്ച് പറയുകയാണ്, നമ്മൾ 1-ാം യുഗത്തിലുള്ള വിശുദ്ധന്മാർ അധമപാതാളത്തിൽ നിന്ന്, അഥവാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും വിചാരിക്കുന്നു, അധമപാതാളം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കാര്യം? പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. 2-ാം യുഗത്തിലും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ 1, 2 യുഗത്തിലുള്ള വിശുദ്ധന്മാരെ അടിയിലെ പാതാളത്തിൽ നിന്ന്, അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് അപ്പോൾ കർത്താവ് എവിടെ എത്തിച്ചു? അബ്രഹാമിൻ്റെ മടിയിൽ എത്തിച്ചു. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചു നിൽക്കുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് യേശു ക്രിസ്തു ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെയുള്ള എല്ലാ വിശുദ്ധന്മാരെയും ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തു കൊണ്ടുപോയി. യേശു ക്രിസ്തു പോയ സ്വർഗം ഏതാണെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. എഫേസ്യ ലേഖനം 4:10 സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്വർഗം, സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്കാണ് കർത്താവ് പോയത്. അവിടേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തെളിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇനിയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ കുറെ കൂടെ വികസിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. വായിക്കാം നമുക്ക്. ഇത് നമ്മൾ പഠിച്ചത് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്, ഒരുമിച്ച് കാണാൻ വേണ്ടി. വായിച്ചോളൂ. Inhabitants of each chambers of the Sheol. First one, Luke 16 verses 22. Abraham's bosom, saints of 2 ages, Adam to the ascension of Jesus. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. Second one, Luke 16 verses 26. A great gulf, chambers of serial number 4 and 5. ഇവിടെ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ആ കൊച്ചു വായിച്ചത് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗമാണത്. പിളർപ്പ്, ഗൾഫ്, പിളർപ്പ്, അത് ഗ്രേറ്റ് ഗൾഫ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. 4ഉം 5ഉം ചേംബേഴ്സ് അതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആഴമായ പഠനത്തിൽ ഗ്രഹിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആഴമായ പഠനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ആ കാര്യം ആരും മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ ആരൊക്കെയാണ് അവിടെ പോകുന്നത് എന്ന് പഠിച്ചിരുന്നു. ആ ഭാഗം ഇനി ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ആരൊക്കെയാണ് അവിടെ ചെല്ലുക എന്ന കാര്യം കൃത്യമായി നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കൂ. ആവർത്തന പുസ്തകം 33:22 മലയാളത്തിലൊന്ന് വായിക്കണം. ആവർത്തന പുസ്തകം 33:22. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 22-ാം വാക്യം. ദാനെ കുറിച്ച് അവൻ പറഞ്ഞത്, ദാൻ ബാലസിംഹമാകുന്നു, അവൻ ബാശാനിൽ നിന്ന് ചാടുന്നു. One minute. അവിടെ ദൈവത്തിൻ്റെ കോപം ആഴത്തിൽ കത്തുന്നൊരു വാക്യമുണ്ട്. അത് നോക്കിയ മക്കളെ. ദൈവകോപത്താൽ തീ തൊലിച്ച് പാതാളത്തിൻ്റെ ആഴം കത്തും എന്നൊരു വാക്യമുണ്ട്. ഇപ്പം എടുത്തു തരാം. ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി.
32:22 അത് ഒന്ന് നോട്ട് ചെയ്യണം. 32:22. ആവർത്തന പുസ്തകം 32:22 എന്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിന്റെ ആഴത്തോളം കത്തും. അപ്പൊ പാതാളത്തിന്റെ ആഴത്തോളം ദൈവകോപത്താൽ തീ ജ്വലിക്കുന്നു. ആ വാക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ, എല്ലാവരുടെ ഉള്ളത്തിലിരിക്കണം. പാതാളത്തിന്റെ ആഴത്തോളം ദൈവകോപത്താൽ തീ ജ്വലിച്ച് കത്തുന്ന അന്തരീക്ഷമാണ് പാതാളം. ഇൻ ഇംഗ്ലീഷ് ക്യാൻ യു റീഡ് അബിയമോൾ? Deuteronomy 32:22 For a fire is kindled in mine anger, and shall burn unto the lowest hell, and shall consume the earth with her increase. ലോവസ്റ്റ് ഹെല്ല് വരെ, അധമ പാതാളം വരെ, താഴെയുള്ള പാതാളം വരെ ദൈവകോപത്താൽ തീ ജ്വലിച്ച് കത്തിയാണ്. പാതാളത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇവിടെ പറഞ്ഞിട്ട് വേണം പോകാൻ. ദൈവകോപത്താൽ തീ ജ്വലിച്ച് കത്തുകയാണ്. അതെത്രത്തോളം നിങ്ങളുടെ മനസ്സിലിരിക്കണം. അതെത്രത്തോളം? എന്നേക്കുമുള്ള ചങ്ങല എത്രത്തോളം? ഇത് രണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നേക്കുമുള്ള ചങ്ങലയും ദൈവകോപവും നിത്യത മുഴുവനാണ്. ഇത് സജ്ജമാക്കിയ നിത്യതയാണ്. സെറ്റ് എറ്റേണിറ്റിയിൽപ്പെട്ട കാര്യമാണിത്. ഒരുക്കി വെച്ച നിത്യതയാണിത്. ഇതാർക്ക് വേണ്ടി ഒരുക്കി? ആ ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരെണ്ണം കണ്ടു, ഇനിയും കാണാനുണ്ട്. ശ്രദ്ധിക്കണം. ഈ ദൂത് കേൾക്കുന്ന ലോകത്തിലെ 850 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിത്യമായി കത്താൻ തുടങ്ങുന്ന ഈ പാതാളത്തിൻ്റെ ആഴം വരെ കത്തുന്ന ദൈവകോപത്താലുള്ള തീജ്വാലയിലേക്ക് ആരും പോകരുതേ. നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ വന്ന് ജീവൻ തന്ന് നമ്മെ രക്ഷിക്കാൻ പദ്ധതി നടപ്പിലാക്കിയത്. അത് വിശ്വസിക്കാനേ പറഞ്ഞുള്ളൂ. ഇതിനു വേണ്ടി മെഴുകുതിരി കത്തിക്കണ്ട, ഒരു നെയ്യപ്പം ചുടണ്ട, കോഴി അറുക്കണ്ട, മൃഗങ്ങളുടെയോ ജീവജാലങ്ങളുടെയോ രക്തം കൊടുക്കണ്ട, ത്യാഗം വേണ്ട, കിലോമീറ്ററുകൾ നടന്ന് ഭാരപ്പെടേണ്ട. ഇതിൽ നിന്ന് ഒഴിവാകാൻ ഒരൊറ്റ മാർഗം, കാൽവറിയിൽ ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് അറിഞ്ഞിരിക്കണം, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്ന ഗ്രൂപ്പാണ് ഫിലദൽഫിയ AG ഷാർജയിലെ അംഗങ്ങൾ. അവർക്ക് ഈ മീറ്റിംഗ് വയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എന്നേക്കുമുള്ള ചങ്ങലയിൽ നിന്നും, ആഴത്തോളം കത്തിജ്വലിക്കുന്ന തീജ്വാലയിൽ നിന്നും വിടുവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അത് ലോകം അറിയണം എന്ന വലിയ വിഷനാണ് ഇതിലുള്ളത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗം കൊണ്ട് നമുക്കൊന്ന് കാണാം. 2 ശമൂവേൽ 22:6 116:3 നമുക്കൊന്ന് വായിക്കാം. 2 ശമൂവേൽ 22:6 22:6 പാതാള പാശങ്ങൾ എന്നെ ചുഴന്നു, മരണത്തിന്റെ കെണികൾ എന്റെ മേൽ വീണു. 116:3 കൂടെ. സങ്കീർത്തനം 116:3 മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. പാതാള പാശങ്ങളുണ്ട്, പാതാള വേദനകളുണ്ട്, പാതാള അഗ്നിയുണ്ട്, പാതാളത്തിൽ തീ ജ്വലിക്കുന്നുണ്ട്, പാതാളത്തിൽ എന്നേക്കുമുള്ള ചങ്ങലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാർക്ക് വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവർക്ക്, ദൈവത്തെ അനുസരിക്കാത്തവർക്ക്, തിരുവെഴുത്ത് അറിഞ്ഞിട്ടും അറിയാതെ തിരിഞ്ഞു നിൽക്കുന്നവർക്ക്, അതിനെ എതിരിടുന്നവർക്ക്,
അവർ ഗ്രഹിക്കണം ഈ കാര്യം. ഞാനിവിടെ നിൽക്കുന്നു, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ മുമ്പോട്ട് വരികയാണ്. വായിക്കാം, നമുക്ക് വായിച്ചാട്ടെ. 2 chambers are included in the Great Gulf. 2 അറകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് ചില വലിയ ചിന്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബൈബിളിലെ. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് ആഴത്തിൽ പിന്നെ ചിന്തിക്കും എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. അടുത്തതിലേക്ക് നമുക്ക് നടക്കാം. ഒന്ന് വായിച്ചാട്ട് ഇത് രണ്ടും. A. Revelation 9 verses 1, Revelation 20 verses 1, the abyss. അബീസ് B. എന്ന് പറയുന്നത് അഗാധകൂപമാണ്. അബീസ് എന്ന് പറയുന്നത് അഗാധകൂപമാണ്. യൂദ 1:6 2:4 പറയുന്നത് ഇരുട്ടിൻ്റെ ചങ്ങലയാണ്. ഇരുട്ടിൻ്റെ ചങ്ങല. ഇക്കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അത്രയും അറിവെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നാൽ ഇനിയുള്ള പാഠഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 3 പ്രധാന ചേംബേഴ്സ്, അതിൽ ഒരു ചേംബറിനകത്ത് തന്നെ 2 ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് വിശാല പഠനത്തിൽ ഗ്രഹിക്കാൻ കഴിയും. ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കടക്കും. നമുക്ക് ഈ ഒരു ടൈറ്റിലൊന്ന് വായിക്കാം. മോളൊന്ന് വായിച്ചു. Inhabitants of the set eternity, the chamber of the Sheol. സെറ്റ് എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? പഠിച്ചതാണ്. സജ്ജമാക്കിയ നിത്യത, ഒരുക്കിയ നിത്യത. ഇത് ഒരുക്കിയ നിത്യതയാണ്, നിത്യമായ നിത്യതയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നിത്യമായ നിത്യതയല്ല, ഇത് സജ്ജമാക്കിയ നിത്യതയാണ്. ഇതിനകത്തേക്ക് നമുക്കൊന്ന് കടക്കണം. വായിക്കാം. 2 Peter 2 verses 4, chains of darkness. Jude 1 verses 6, everlasting bonds under darkness. അന്ധകാരത്തിൻ്റെ ചങ്ങലയെന്നും എന്നേക്കുമുള്ള അന്ധകാര ചങ്ങലയെന്നും പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ചേംബറിനകത്ത് അന്ധകാരം മാത്രമാണ്. അന്ധകാരം മാത്രമാണ്. ഇതേക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ തോതിൽ ഒന്ന് പഠിക്കാനുണ്ട് എന്ന കാര്യം അറിയുക. പ്രൈസ് ഗോഡ്. സെറ്റ് എറ്റേണിറ്റിയിലെ എവർലാസ്റ്റിംഗ് ചെയിൻസ് എന്ന പദത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണമായിട്ട് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഉദാഹരണമായി പുറപ്പാട് പുസ്തകത്തിലേക്ക്. ഇത് വായിച്ചിട്ട് വേണം അതിൻ്റെ ആഴമൊന്ന് കാണാൻ. വായിക്കാമോ? ഈ ടൈറ്റിൽ അബിയമോൾ വായിക്കും, എന്നിട്ട് എഫ്സി വായിക്കണം. Set eternity, everlasting chains under darkness. Like as Exodus 10 verses 22 and 23, a thick darkness which no one can rise. ഒന്നുകൂടെ മോളൊന്ന് വായിച്ചേ. വളരെ സ്പഷ്ടമായി എല്ലാം അറിയണം. അത് തിക് വായിച്ചോളൂ. A thick darkness which no one can rise. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് വായിക്കാം 10:22, 23 വാക്യങ്ങൾ വായിച്ചാട്ട്. പുറപ്പാട് 10-ാം അധ്യായം 22-23 വാക്യങ്ങൾ. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഈ വാക്യം ഒന്ന് എല്ലാവരും ധ്യാനിക്കുക. ഫറവോൻ മെർണപ്തയുടെ കാലത്ത് ദൈവം അയച്ച ബാധകളിൽ ഒന്നാണ് കൂരിരുട്ട്. ആ കൂരിട്ടിൻ്റെ പ്രത്യേകത എന്താ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൂരിട്ടിൻ്റെ പ്രത്യേകത, ഒരുത്തനെ കണ്ടില്ല. തൊട്ടടുത്തിരിക്കുന്ന സുനിലിൻ്റെ വൈഫ് നിസിയെ സുനിലിന് കാണാൻ പറ്റില്ലെന്നോ, നിസിക്ക് സുനിലിനെയും കാണാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ജെയ്സൺ അവിടെ ഇരിക്കുന്നുണ്ട്, ജെയ്സൻ്റെ വൈഫിരിക്കുന്നു, അവർ തൊട്ടടുത്തേ ഇരിക്കുന്നേ. പക്ഷേ തമ്മിൽ കാണാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ സെപ്പറേഷൻ. അത്രയ്ക്ക് വലിയ ഇരുട്ടാണ്. പോരാ, അടുത്തത് ശ്രദ്ധിച്ചു വായിച്ച്. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ബന്ധിത ഇരുട്ടാണത്.
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫറവോൻ മെർനപ്ത കുപ്പൂസും ചിക്കനും കഴിക്കാൻ കുത്തി വായിലേക്ക് എടുക്കുമ്പോഴാണ് ഇരുട്ട് വന്നെങ്കിൽ ആ പിടിച്ചോണ്ട് നിൽക്കുന്ന നിപ്പ് 3 ദിവസം 72 മണിക്കൂർ അങ്ങനെ ഇരിക്കണം, കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നേക്കുമുള്ള ഈ അന്ധകാര ചങ്ങലക്കകത്ത് ചെന്ന് പതിച്ചാൽ കാണാൻ പറ്റില്ല, എഴുന്നേൽക്കാനും പറ്റില്ല. അത്ര വലിയ അന്ധകാരമാണത്. സ്വർഗം അത്ര വലിയ അന്ധകാര ചങ്ങലക്കകത്ത് അയക്കാതെ നമ്മെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. തമ്മിൽ കാണാൻ കഴിയാത്ത അന്ധകാര ചങ്ങല എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് എത്ര പേർക്ക് മനസ്സിലായി? അത് ഉദാഹരണമായി മരുയാത്രയിൽ ഇസ്രായേൽ മക്കൾ കാണിച്ചു കൊടുത്തു. അത് കൃത്യമായി പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഫറവോൻ മെർനപ്തയുടെ കാലത്ത് കൃത്യമായി അവിടെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. വിടുവിക്കയില്ല, അയക്കുകയില്ല എന്ന് 20ാം സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ട് മൂന്നാമൻ അത് പറഞ്ഞതായ ദൂതാണത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ സാമ്രാജ്യ അധിപന്മാരുടെ വാക്കുകൊണ്ട് ശക്തമായി ബന്ധിച്ചാൽ പോലും ആ ബന്ധനത്തെ അഴിക്കുന്ന, അതിൽ തൊടാതെ മാറ്റി നിർത്തുന്ന ദൈവത്തിൻ്റെ വൻ കൃപ അന്നത്തെ ദൈവമക്കൾ അനുഭവിച്ചു എന്ന് പറയുന്നതിൽ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ കാര്യമല്ലേ? ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്നവരോടും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരുവൻ പാപിയായി മരിച്ചാൽ, ഒരുവൻ വിഗ്രഹാരാധിയായി മരിച്ചാൽ, ഒരുവൻ മദ്യപാനിയായി മരിച്ചാൽ ചെന്നെത്തുന്നത് ഇന്ന് ഈ പറഞ്ഞ പാതാളത്തിലാണ്. അതിൽ ഒരു മുറിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ മുറിയിൽ ചെന്നെത്തുന്ന ആരാ? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചെന്നെത്തിയിട്ടുള്ളത് ആര് എന്ന് ശ്രദ്ധിക്കാം. ഒന്ന് വായിച്ചേൻ. യൂദ 1:6 വാക്യം വായിക്കാം. യൂദ 1:6 വാക്യം. യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആ ചങ്ങലയ്ക്കകത്ത് എന്നേക്കുമായി ബന്ധിതരായിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരാണ്. ഈ പാപം ചെയ്ത ദൂതന്മാരാരാണെന്ന് കൃത്യമായി ഫിലദൽഫിയ AG കാശിൽ എടുക്കുന്നതായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആറ് പ്രധാന അഭിപ്രായങ്ങളാണ് പാപം ചെയ്ത ദൂതന്മാർ ആരാണ് എന്നതിനെ. നമുക്ക് ആറും ചിന്തിക്കുന്ന നല്ലതാണെങ്കിലും നമുക്ക് ഒറിജിനൽ ചിന്തിക്കുന്നതല്ലേ നല്ലത് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. സ്ക്രിപ്ചർ ഡിഫൈൻ സ്ക്രിപ്ചർ, തിരുവെഴുത്ത് കൊണ്ട് തെളിയിക്കുന്ന വലിയ മാതൃക നമുക്ക് കാണാൻ കഴിയും. സെൻറ്റ് അഗസ്റ്റിൻ കൊടുത്ത തിയറി എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി ഇതിൻ്റെ ഒറിജിൻ വരെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 6 പണ്ഡിതന്മാർ പഠനങ്ങളുടെയും ഒറിജിൻ ആരിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അവരെന്ത് essay ആണ് അതിന് എഴുതിയിരിക്കുന്നത്. അത് പറയാൻ ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നിശ്ചയമായിട്ട് അതും ഇതിനകത്ത് വെളിപ്പെടുത്താൻ താല്പര്യമേ ഉള്ളൂ എനിക്ക്. എന്നാൽ അതെല്ലാം മാറി what the Bible says, എന്താണ് ദൈവവചനം അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയുമ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇവിടെ ഉടഞ്ഞു പോകും എന്ന കാര്യം കൂടെ ആദ്യമേ പറയട്ടെ. സ്തോത്രം. ഞാനും ഈ വേദിയിൽ 52 കൊല്ലം കഴിഞ്ഞല്ലോ ദൈവവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട്. ചെറിയ ചില കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ദൈവം അവസരം തന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 6 അഭിപ്രായങ്ങളെക്കാൾ നമുക്ക് വേണ്ടത് എന്ത് ദൈവവചനം പറഞ്ഞു എന്നാണ്. ഞാൻ അതിലേക്ക് കടക്കും, അതിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നേക്കുമുള്ള ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്
സെറ്റ് എറ്റേണിറ്റിയിലായിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാർ. ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യുക. സെറ്റ് എറ്റേണിറ്റിയിലായിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ സെറ്റ് എറ്റേണിറ്റിയിലുണ്ട്. അത് അറിയുക. ആ ഗ്രൂപ്പിൻ്റെ കൂടെ ചെങ്ങാത്തം പിടിക്കാൻ, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ആരും ലവ് ലെറ്റർ ഉണ്ടാക്കരുത് എന്ന കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് ചിന്തിക്കേണ്ടതാണ്, അവരോടൊപ്പം ചെങ്ങാത്തം പിടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകാം. അടുത്ത ഭാഗം കൂടെ. Who are the sent angels? ആരാണ് ഈ പാപം ചെയ്ത ദൂതന്മാർ? കേൾക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇത് അറിഞ്ഞിരിക്കണമെന്നാണ് ഒത്തിരി പേരുടെ ആഗ്രഹം. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണേണ്ടതുണ്ട്. പ്രൈസ് ഗോഡ്. പാപം ചെയ്ത ദൂതന്മാർ ആരാണ്? നമുക്ക് നോക്കാം. 1-2 ഭാഗങ്ങൾ മാത്രം ഒന്ന് ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്കോളേഴ്സ് എന്താ പറയുന്നത് ഒന്ന് വായിച്ചേ അഭിയമോൾ. Scholars, watchers, myth, early Jewish literature. യഹൂദ സാഹിത്യ പഠനങ്ങളിലുള്ളതാണ് വാച്ചേഴ്സ് മിത്ത് എന്ന് പറയുന്ന വിഷയം, അവരുടെ പഠനം. അത് എന്ത് എന്ന് ചെറിയ തോതിൽ മാത്രം ഞാൻ പിന്നീട് വിശദമാക്കാം. നമ്മുടെ വിഷയം അതല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഒന്ന് വായിച്ചേ മോളെ അടുത്തത്. 10 sons of God, mixed race and violence. The union of these angels with women produced a race of hybrid giants, Nephilim. 36-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും കൂടിച്ചേർന്ന യൂണിയനിൽ ഉണ്ടായ സന്തതിയാണ് നെഫിലീം എന്നും ആ നെഫിലീം ഹൈബ്രിഡ് ജയൻസിൻ്റെ ഉൽപ്പന്നമാണെന്നും ആ ഉൽപ്പന്നത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രന്മാരും എന്നുള്ള പഠിപ്പിക്കലാണ്. അതാണ് വളരെ വിശാലമായി പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ. നമുക്ക് അതൊക്കെ കാണണം. എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഒന്ന് വായിച്ച മോളെ അടുത്തത്. Third, the angels of Satan's initial rebellion, ancient rebellion against God, similar to the fall of Satan. പുരാതന സന്ദർഭങ്ങളിൽ സാഹചര്യത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്, പിശാച് നടത്തിയ മത്സരത്തിൽ വീണ് കിട്ടിയ പാപം ചെയ്ത ദൂതന്മാർ. അതുകൊണ്ടാണ് ബൈബിളിൽ ഇല്ലെങ്കിലും വീണുപോയ ദൂതന്മാർ നമ്മൾ പറയുന്നത്. എല്ലാവരും ഉണ്ടല്ലേ? വീണുപോയ ദൂതന്മാരെന്ന് ബൈബിളിലില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ് ഇപ്പോൾ എന്താക്കി? വീണുപോയ ദൂതന്മാർ എന്നാക്കി. ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ആ വാക്യം ഒന്ന് വായിച്ചു പോകണം. തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത്. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം എടുത്താട്ടെ ബൈബിളിൽ. യൂദ 1:6 എടുത്താട്ടെ. ഇത് രണ്ടും വായിക്കുക. എന്നിട്ട് വീണുപോയ ദൂതന്മാരെ അവിടെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. വായിച്ച്. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. അപ്പൊ ആരെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? വീണുപോയ ദൂതന്മാരാണോ? പാപം ചെയ്ത ദൂതന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. വീണുപോയ ദൂതന്മാരെന്ന് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി ബൈബിൾ ഉണ്ടെന്ന് ഞാൻ പറയില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 106ഓളം ട്രാൻസ്ലേഷൻസും അത് ഇതൊക്കെ ആയിട്ട് ബൈബിളുകളുണ്ട്. അത് മുഴുവൻ ഞാൻ പരതി നോക്കി. അതിലൊന്നിലും എൻ്റെ കയ്യിലുള്ളതിൽ ഇല്ല എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് റെജി തോമസ് പാസ്റ്ററുടെ കയ്യിൽ ഇല്ല എന്ന് വാദിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ എനിക്ക് അത് അയച്ചു തരണം. നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, അത് എഴുതി കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് എഴുതി തരണം. അപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പാപം ചെയ്ത ദൂതന്മാരെന്നേ ഉള്ളൂ, വീണുപോയ ദൂതന്മാരില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. 2 യൂദ 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ച്. യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മോളെ ഒന്നോട് നിർത്തി വായിക്കാം ആ പോയിന്റുകൾ.
വാഴ്ച കാത്തുകൊള്ളാതെ പോയെന്ന, വീഴ്ച എന്നല്ല. ആ വാന്നുള്ളത് വീന്നാക്കിയത് നമ്മുടെ ഒരു തന്ത്രമാണ്. റെജി പാസ്റ്ററൊക്കെ എന്നെ വല്ലാതെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. എന്നെ വളരെ അടുത്തറിയുന്നൊരു പാസ്റ്റർ ഇതിനകത്തുണ്ട്, TJ തോമസ് പാസ്റ്റർ. അടുത്തറിയുന്നൊരു പാസ്റ്ററാണ് ജസ്റ്റിൻ പാസ്റ്റർ. ഞാൻ അവരൊക്കെ ഇരിക്കുമ്പോൾ പറയട്ടെ, വീഴ്ച എന്ന വാക്കല്ല, വാഴ്ച എന്ന വാക്കാണ്. വീണുപോയ ദൂതന്മാരല്ല, വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരാണ്. ഇനി നമുക്ക് ആ 2 വാക്യം ഒരുമിച്ചൊന്ന് വായിക്കാം. എഫ്സിബ 2 പത്രോസ് 2:4 വായിച്ചു കഴിഞ്ഞിട്ട് യൂദ 1:6 കൂടെ ചേർത്ത് വായിക്കണം. ഓക്കെ. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. യൂദ 1:6 തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിൽ നിന്നും വീണുപോയ ദൂതന്മാരെ കാണാൻ കഴിയില്ല എന്ന കാര്യം ആദ്യമേ പ്രഖ്യാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇനി നമുക്ക് ബൈബിളിൽ എന്ത് എഴുതിയെന്ന് നോക്കണം. വീണുപോയ ദൂതന്മാരെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടില്ല. പ്രൈസ് ഗോഡ്. അതൊക്കെ എവിടെ നിന്നുണ്ടായി എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ. ഞാൻ ഒന്നുകൂടെ ഉറക്കെ പറയുന്നു, വീണുപോയ ദൂതന്മാരെ കുറിച്ച് ഒരു രേഖ പോലും ബൈബിളിലില്ല. സ്തോത്രം. ഈ ഒരു വലിയ അറിവുണ്ടാകണം. പകരം പാപം ചെയ്ത ദൂതന്മാരുണ്ട്, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുണ്ട്. ആ പദം, ആ പ്രയോഗമുണ്ട്. അത് നമ്മൾ വീണുപോയതായി ആക്കിയതാണെങ്കിൽ ആ യാഥാർത്ഥ്യം നാട്ടുകാരോട് പറയണം. പാപം ചെയ്ത ദൂതന്മാരെ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ നമ്മുടെ വ്യാഖ്യാന പ്രകാരം വീണുപോയ ദൂതന്മാരെന്നാക്കി എന്ന് പറയുന്നതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സ്തോത്രം. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല എന്ന കാര്യം ഇതാ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ വിശദമായി മനസ്സിലാക്കും. വായിക്കാം. Fourth one, a pre-Adamic race. Some groups even to the rebellion of Korah, Dathan and Abiram in Numbers 16. മത്സരികളുടെ കൂട്ടത്തിൽ കോരും ദാതാനും അബിരാമൊക്കെ മോശയോട് മത്സരിച്ചതുപോലെ ആദാമിന് മുമ്പുള്ള കാലത്ത് ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത് വീണുപോയി എന്നൊരു പഠനം കൂടെയുണ്ട്. ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതും ബൈബിളിൽ എഴുതിയിട്ടില്ല. അടുത്തത് നമുക്ക് നോക്കാം. 2 Peter 2:4. What is the sin of angels? ഇത് അറിഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. എല്ലാവരും ഈ ഭാഗം 1, 2, 3 തവണ ആവർത്തിച്ച് കേൾക്കണമെന്ന് യൂട്യൂബ് കേൾക്കുന്നവരോടും നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരോടും ഉറക്കെ പറയുകയാണ്. ഇനി വാട്ട് ഈസ് ദ സിൻ ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ പാപം എന്ത് എന്ന വിഷയം പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലാകുകയുള്ളൂ. നമുക്ക് ആ ഭാഗത്തേക്ക് ഇത് കടക്കണം. 2 പത്രോസ് 2:4 നമ്മൾ പലവട്ടം വായിച്ചു. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി കൃത്യമായി 2 ഭാഗം നമുക്ക് ശ്രദ്ധിക്കണം. പാപം ചെയ്ത ദൂതന്മാരെന്ന് 2:4 കാണുന്നു. വാഴ്ച കാത്തുകൊള്ളാതെ എന്നാണ് യൂദയിൽ കാണുന്നത്. വാഴ്ച കാത്തുകൊള്ളാതെ. അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗ്രീക്കും എഴുതിയിട്ടുണ്ട്. അഭിയമോൾ, ക്യാൻ യു റീഡ് ഗ്രീക്ക്? I'll try first. Yes, you read it. Jude 1:6 and 7. Keep not their first estate. Greek, tin hiatun achin. നല്ലൊരു ഗ്രീക്ക് വിദ്യാർത്ഥിയെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഒന്നിച്ച് പഠിക്കാം അല്ലേ? kept not their first estate. kept not their first estate. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വീണുപോയ ദൂതന്മാരെന്നല്ല,
വാഴ്ച കാത്തുകൊള്ളാതെ. അടുത്തത് kept not their first estate. ഗ്രീക്ക് ടേൺ ഹോട്ടോൺ ആർക്കീൻ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഇത് പണ്ഡിതന്മാരെന്താ എടുക്കാത്ത? ഇതെന്തുകൊണ്ട് ഇത് വിശദീകരിക്കുന്നില്ല? ഇത് വിശദീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിലെഴുതിയത് അല്ല പറയുന്നത്, എഴുതാപ്പുറമാണ് നമ്മുടെ പണ്ഡിതന്മാർ പലരും വായിച്ചത്. അതിൽ സങ്കടമുണ്ട് എനിക്ക്. അവിടെ നമുക്ക് എഴുതിയ വാക്കൊന്ന് വായിക്കാം. വാഴ്ച ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതാണ് ആർക്കീൻ. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് നമുക്കൊന്ന് കാണണം. വായിച്ച മോളെ ആ വാക്കിൻ്റെ അർത്ഥം. Arcane, beginning, corner, at the first estate. The power, first estate, magistrate, power, principality, principle, rule. ഇതിലൊന്നിലും വീഴ്ചയല്ല വിഷയം. വീണുപോയ ദൂതന്മാരല്ല. ശ്രദ്ധിച്ചാലറിയാം. ഇനി കർത്താവ് അത് എന്ത് പറഞ്ഞു, ആ വാക്ക് എങ്ങനെ ഉപയോഗിച്ചു എന്ന് നോക്കാം. നമുക്ക് വന്നിട്ടുണ്ടോ മോളെ? ഒന്ന് വായിച്ച് നന്നായിട്ട് എല്ലാവരും നിർത്തി 2 വട്ടം അത് വായിക്കണം കേട്ടോ. കർത്താവ് പറഞ്ഞത് ആർക്കീൻ എന്ന വാക്ക് യേശു ക്രിസ്തുവിന്റെ മൊഴിയിൽ എങ്ങനെയാണ്? വായിക്കാം. Arcane in Christ's words. Matthew 16 verses 4. The beginning made them. Luke 12 verses 11. Magistrates. Luke 20 verses 20. The power. Paul, Romans 8 verses 38. 1 Corinthians 15 verses 24. Ephesians 1 verses 21. Ephesians 6 verses 12. Colossians 1 verses 16. ഈ ഭാഗം നമുക്കൊന്ന് ശാന്തമായിട്ടൊന്ന് പഠിക്കാമെന്ന്. വായിക്കാം. കർത്താവ് പറഞ്ഞത് എന്താണ്? ഈ ഗ്രീക്ക് പദം കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു. മത്തായി 19:4. എല്ലാവരും എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണ്ടേ? ആർക്കിൻ എന്ന പദം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം നമുക്ക്. പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. വായിച്ചോളൂ വേഗം. 19:4. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4-ാം വാക്യം. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആദിയിൽ സൃഷ്ടിച്ചു. അപ്പൊ ആദിയിൽ, ബിഗിനിങ് എന്നാണ് ഒരർത്ഥം. 2 ലൂക്കോസ് 12:11. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 11. നിങ്ങളുടെ പക്ഷികൾക്കും കോയ്മകൾക്കും എന്തോ പ്രതിപാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. ഒന്ന് നിർത്തി വായിക്കാമോ? കേട്ടില്ല കറക്റ്റ് ആയിട്ട്. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ, അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കൂ. യേശു ഈ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 1 ആദിയിൽ, 2 മജിസ്ട്രേറ്റ്സ്, 3 ലൂക്കോസ് 20:20. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിക്കാൻ തക്കവണ്ണം. അധികാരത്തിൽ, ദ പവർ. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബിഗിനിങ് എന്ന്, മജിസ്ട്രേറ്റ് എന്ന്, പവർ എന്നാണ്. വീണു എന്നൊരു വിഷയമേ കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ അത് എവിടുന്ന് കിട്ടി? ഇതാണ് പ്രിസംപ്ഷ്യസ് പ്രസന്റേഷൻ. സങ്കല്പ സരണിയിലെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് ജനത്തെ വീർപ്പ് പൊട്ടിക്കുന്നത്. വിഷയം അതല്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതിനകത്തേക്കും ആഴമായി കിടക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഈ പദം കർത്താവ് പറഞ്ഞ് ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് അവരുടെ പാപമെന്ന് നമുക്ക് നോക്കണം. കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞിട്ടില്ല. വായിച്ചേൻ. പൗലോസ് പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് എടുക്കാം.
ഈ പദം അർക്കീൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു റോമർ 8:38. ഒന്ന് വായിക്കാം മോളെ. റോമർ 8:38 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ അവിടെ പവർ എന്ന പദമാണ്, പ്രിൻസിപ്പാലിറ്റി എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വാക്കുകൾ കൃത്യമല്ലേ? ഇത് കെ.ഒ. തോമസിൻ്റെയോ പാസ്റ്റർ റെജി തോമസിൻ്റെയോ പാസ്റ്റർ പി.ജെ. തോമസിൻ്റെയോ പാസ്റ്റർ ജസ്റ്റിൻ പി.ജെയുടെയോ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ക്ലാരൻസ് ലാർക്കിൻ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ഇന്നാരെന്ത് പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അധികാരിയായ, ഈ കാര്യം പറയാൻ പൂർണ്ണ പ്രാപ്തനായ, സർവശക്തനായ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഈ അറിവ് നമുക്കുണ്ടാകണം. നമ്മൾ പണ്ഡിതന്മാരുടെ പിന്നാലെ പോയി കുണ്ഠിതത്തിലാകരുത്, മണ്ട തിരിച്ചു കളയരുത്. നിങ്ങൾ കൃത്യമായ അറിവിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഒന്നുകൂടി ചിന്തിക്കണം. ഇവിടെ പണ്ഡിതന്മാരുടെ പിന്നിൽ പോയി മണ്ടങ്ങ് കലക്കുകയാണല്ലോ ഇവിടെ. ആ പരിപാടി നിർത്തണം. സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈയൊന്നുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇവിടെ എന്താണ് അടുത്തത്? ഒന്നുകൂടി ചിന്തിച്ചേൻ. എഫേസ്യ ലേഖനം 1:21 പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 15:24 പൗലോസ് പറയുന്നു. വായിക്കാം. എഫേസ്യർ 1:21 സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർ കഴിയും? ഇതുവരെ കാര്യം കണ്ടിട്ടില്ല എങ്കിൽ ഈ കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ദയവായി ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ പാപം ഒരു വ്യക്തിയുടെ ജഡം അന്വേഷിച്ചതല്ല, മനുഷ്യന്റെ ജഡം അന്വേഷിച്ച് പോയ പാപമല്ല. ഒരു സംശയവും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട. വാഴ്ച എന്ന് കൊടുത്ത മലയാള പദമാണ് ഇതിന്റെ ശുദ്ധ തർജ്ജമ. പ്രൈസ് ദി ലോർഡ്. വാഴ്ച കാത്തുകൊള്ളാതെ പോയെന്ന് പറഞ്ഞത് ഗ്രീക്കിൽ നിന്ന് നേരിട്ടുള്ള തർജ്ജമയാണ്. മലയാളം തർജ്ജമയെ കളിയാക്കുന്നവർ നിർത്തൂ. സത്യം അതല്ല. സ്തോത്രം. സത്യം ഇതാണ്. ഹല്ലേലൂയ. ഇതിലേക്ക് വരാൻ എത്ര പേർ കഴിയും? അപ്പം അവരേൽപ്പിച്ച വാഴ്ച എന്താണ്? അവരേൽപ്പിച്ച പ്രിൻസിപ്പാലിറ്റീസ് എന്താണ്? അവരേൽപ്പിച്ച പവർ എന്താണ്? അതോറിറ്റി എന്താണ്? അതിൽ നിന്ന് അവർ കാത്ത് പോകാതിരുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സകല ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കും ദൈവം ഇതുപോലൊരു വാഴ്ച ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:24 കൂടെ വായിച്ചിട്ട് വേണം എനിക്കൊരു കാര്യം പറയാൻ. വായിച്ചാട്ട് വേഗം. 1 കൊരിന്ത്യർ 15:24 അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്. ഇവിടെയും ആർക്കിൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കിൻ എന്ന പദം ഒരിടത്ത് പോലും പാപം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഗ്രീക്ക് മുഴുവൻ പരിശോധിച്ചു, ഒറ്റ സ്ഥലത്ത് പോലുമില്ല. എഴുതിയിരിക്കുന്നത് ആദിയിൽ അല്ലെങ്കിൽ വാഴ്ച എന്നാണ്, ആരംഭത്തിൽ അല്ലെങ്കിൽ വാഴ്ച എന്നാണ്. ഹല്ലേലൂയ. ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ടോ? ഇപ്പോൾ അധികാരമുണ്ടോ? നമ്മൾ ദൈവമക്കളാകാൻ തുടങ്ങുമ്പോൾ മുതൽ അധികാരമാണ്. യോഹന്നാൻ 1:12 വേഗം വായിച്ചോളൂ. യോഹന്നാൻ 1:12 അറിയുന്നവർക്ക് പറയാം, കാണാപ്പാടം അറിയെങ്കിൽ എപ്സിപ്പ പറഞ്ഞോളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകും അവൻ അധികാരം കൊടുത്തു. അത് നിർത്തി പറഞ്ഞെങ്കിലേ അതിന്റെ അർത്ഥം അറിയുള്ളൂ മോളെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന. അപ്പൊ 1 റിസീവ് ഹിം, 2 ബിലീവ് ഇൻ ഹിസ് നെയിം. അത് ചെയ്താൽ ദൈവമക്കൾ ആകാനുള്ള അധികാരം കിട്ടിയതാണ്. ദൈവമക്കളായെന്നല്ല, ദൈവമക്കളാകാനുള്ള അധികാരം കിട്ടി. അത് മുതൽ നമ്മുടെ അധികാരം. പ്രൈസ് ദി ലോർഡ്. ആ അധികാരങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കളോട്, ലോകത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ,
ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ ചില അധികാരങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അധികാരങ്ങൾ ഉപയോഗമാകണം എന്ന ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഷുഡാബാല ഹസ്കജഷ് ജൂഡമന ഹസ്തലാരക ജഗദല ഔഷ്യ. 1 കൊരിന്ത്യർ 7:1 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ അറിയാം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അധികാരം, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അധികാരം. കുടുംബത്തിൽ തമ്മിൽ അധികാരമാണ്, തമ്മിൽ അധികാരം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ തമ്മിൽ അധികാരം കൈമാറണം. കൃത്യമാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിലിരിക്കുന്ന, ദൈവസന്നിധിയിലിരിക്കുന്ന, സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി തയ്യാറായിരിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ലഭിച്ച അധികാരം ഉപയോഗിക്കണമെന്നാണ് നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം. താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? യൂസ് യുവർ പവർ, യൂസ് യുവർ അതോറിറ്റി, യൂസ് യുവർ അനോയിന്റിങ്. സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? അത് ഉപയോഗിക്കാതെ വരുന്ന പാപമാണ് പാപം. കാത്തുകൊള്ളാതെ പോയാൽ പാപമാണ്. അത് സൂക്ഷിക്കാതിരുന്നാൽ പാപമാണ്. അതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എനിക്കത് സൂക്ഷിക്കണമെന്നും ദൈവത്താൽ എനിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഒന്നിച്ച് കരമുയർത്തി ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവമേ, ഈ ദിവസങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ അത് ഉപയോഗിക്കണം. ഞാൻ തികച്ചും പറയുകയാണ്, ദൈവം നമുക്ക് തന്ന അധികാരത്തിൽ ചില വലിയ ബന്ധനങ്ങൾ ഈ മീറ്റിങ്ങിൽ അഴിയുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അഭിഷേകത്താൽ അഴിയും. 21 ലക്ഷ്യങ്ങളോടെ ദൈവം നൽകുന്ന ഒന്നാണ് അഭിഷേകമെന്ന് ബൈബിൾ പഠിക്കുന്നവർക്കറിയാം. വലിയ ബന്ധനങ്ങൾ അഴിയുമെന്ന് ഉറപ്പുള്ളവർ ഒന്നിച്ച് ദൈവത്തോട് പറയണം, ദൈവമേ, ആ നിലയിൽ ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, പ്രൈസ് ഗോഡ്, ഞങ്ങളെ ഏൽപ്പിച്ച വാഴ്ച വീഴ്ച കൂടാതെ കൊണ്ടു നടക്കാൻ, അനേക തേർവാഴ്ചകൾക്ക് ബന്ധനം നൽകാൻ, അവയെ ബന്ധിക്കാൻ, അവയെ അറസ്റ്റ് ചെയ്യാൻ ദൈവം സഹായിക്കണം. മത്തായി 12:28-29 അറ്റ് ഫസ്റ്റ് യു ബൈൻഡ് ദ സ്ട്രോങ് മാൻ എന്ന് കാണാം. അറ്റ് ഫസ്റ്റ് യു ബൈൻഡ് ദ സ്ട്രോങ് മാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കർത്താവ് പറഞ്ഞ കാര്യം എന്നിലൂടെ നിറവേറണം എന്ന് താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ഫിലദൽഫിയ AG ഷാർജ സഭയിലെ എല്ലാ അംഗങ്ങളോടും പറയട്ടെ, യൂട്യൂബ് വഴി കേൾക്കുന്ന സകല മാന്യമിത്രങ്ങളോടും പറയട്ടെ, ദൈവം നമുക്ക് തരുന്ന അധികാരമുണ്ട്. അധികാരം തരുന്നതിന് തുടക്കമെന്ന് പറയുന്നത് ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ചിന്തിക്കുക, അവനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അധികാരം ആരംഭിക്കുന്നത്. ദൈവമക്കൾ ആകാനുള്ള അധികാരം കൊടുത്തു എന്നാണ്. എല്ലാവരും നോട്ട് ചെയ്തോളൂ. അവിടെ മുതലാണ് ദൈവം നമുക്ക് അധികാരം തരുന്നത്. അഭിഷേകത്താൽ അധികാരങ്ങളുണ്ട്, ദൈവം ഏൽപ്പിക്കുന്ന കൃപാവര അധികാരങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൃത്യമായി അത് ഉപയോഗമാകാൻ പ്രാർത്ഥിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ദൂതന്മാരുടെ പാപം എന്ത് എന്ന് വിശാലമായി അടുത്ത ക്ലാസ്സിൽ ഞാൻ തെളിയിക്കാം. ഈ 5 അറകളിൽ താമസിക്കുന്നവരാര്, അവരോട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ദൂതുകൾ എന്ത്, അത് ഉടൻ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ഒരേ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾക്ക് ഏൽപ്പിച്ച് തന്നത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന അധികാരങ്ങൾ വിശ്വസ്തമായിട്ട് ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്നത് വീണുപോയ ദൂതന്മാരെന്ന് പറയുന്ന പല അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെക്കാം. ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് പഠിക്കാം.
അവിടെ അന്യജഡം മോഹിച്ചു പോയെന്ന് പറയുന്ന ജഡം മോഹിച്ച പാപമല്ല വാഴ്ച കാത്തുകൊള്ളാത്തത്. യേശു അത് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു ഉപയോഗിച്ചത്, പൗലോസ് ഉപയോഗിച്ചത് വളരെ വ്യക്തമാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് തന്നെ ഗ്രീക്ക് വേർഡ്, കൃത്യമായി ശ്രദ്ധിക്കുക. kept not their first estate. Turn ഹുട്ടോൺ ആർക്കീൻ എന്ന പദം നിങ്ങളുടെ അകത്തിരിക്കട്ടെ. ആർക്കീൻ എന്ന പദം ഇവിടെ വീണുപോയതിനെയല്ല, വാഴ്ച കാത്തുകൊള്ളാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വാക്ക് നിർത്താൻ നമുക്ക്. ദൈവവചനം നിഷ്കളങ്കമായി പഠിക്കാം, നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗമാകാം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കർത്താവെ, അങ്ങയുടെ കരത്തിൽ തിരുവെഴുത്ത് ഉള്ളതുപോലെ പഠിപ്പിക്കാനും ഉള്ളതുപോലെ പഠിക്കാനും ദൈവവചനം ശരിയായി പഠിക്കാനും ദൈവനാമത്തിന് വേണ്ടി ശരിയായി ഉപയോഗമാകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കർത്താവിൻ്റെ ദാസൻ റിജി പാസ്റ്ററുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. ഗാഡ് ബ്ലസ് യു.